Physical pendulum is a rigid body having any shape. A rigid body is a body having any shape capable of oscillating freely in a vertical plane about a horizontal axis passing through it. അപ്പോൾ ഏതെങ്കിലും ഒരു സോളിഡ് ബോഡി ആയിക്കോട്ടെ, അതിന് ഒരു ഹൊറിസോണ്ടൽ ആക്സിസിന് അബൌട്ട് ആയിട്ട് അതിനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ വി ക്യാൻ കോൾ ഇറ്റ് ആസ് എ റിജിഡ് ബോഡി. ഇതും ഒരു പ്യുവർ റൊട്ടേഷൻ തന്നെയാണ്. നമ്മളിപ്പോൾ ഇതാണ് ഒരു റിജിഡ് ബോഡി എന്ന് വിചാരിക്കുക. ഇവിടെ O എന്ന് പറഞ്ഞ പോയിന്റിലൂടെ എക്സ് ഡാഷ് O എന്ന് പറഞ്ഞ പോയിന്റ് എക്സ് ഡാഷ് ഇതിൻ്റെ ഉള്ളിലൂടെയാണ് കടന്നു പോകുന്നത്. ഒരു ആക്സിസ് ഓഫ് റൊട്ടേഷൻ കടന്നു പോകുന്നുണ്ടെന്ന് അസ്യൂം ചെയ്യും. അപ്പോൾ അതിൻ്റെ ഇവിടെ ആയിട്ടാണ് അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് വിചാരിക്കുക. ഈ ആക്സിസ് ഓഫ് റൊട്ടേഷൻ, അതായത് ഇപ്പോൾ നമ്മൾ ഇവിടെയാണ് തൂക്കിയിട്ടുള്ളത്. O എന്നുള്ള പോയിന്റിന് അബൌട്ട് ആയിട്ട് ഇതിന് ഹൊറിസോണ്ടലായിട്ട് അതിനെ ഓസിലേറ്റ് ചെയ്യാൻ പറ്റും. ഇത്രയും ഡിസ്റ്റൻസിലാണ് അത്, L ഡിസ്റ്റൻസിലാണ് അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിങ്ങനെ ഓസിലേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ പൊസിഷൻ മാറിയിട്ട് ഇങ്ങനെയായിട്ട് മാറും. അപ്പോൾ ഈ ഡിസ്റ്റൻസ്, ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, ഓസിലേറ്റിംഗ് ഡിസ്റ്റൻസ്, അപ്പോൾ ആദ്യം അത് O X ഡാഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ആക്സിസിന് അബൌട്ട് ആയിട്ടാണ് റൊട്ടേറ്റ് ചെയ്തിരുന്നത്. O എന്ന് പറഞ്ഞ പോയിന്റിലാണ് മാസ് തൂക്കിയിട്ടിരിക്കുന്നത്. ഇത് നമ്മുടെ അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി G എന്നുള്ള പോയിന്റിലാണ്. ജിയിൽ നിന്ന് Oയിലേക്കുള്ള ഡിസ്റ്റൻസ് L ഡിസ്റ്റൻസിലാണെന്ന് വിചാരിക്കും. പിന്നെ അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഇതിങ്ങനെ ഓസിലേറ്റ് ചെയ്യല്ലേ ചെയ്യും. അപ്പോൾ ഇവിടുന്ന് തീറ്റ ആംഗിളിൽ എത്തുന്ന സമയത്ത് G ഈസ് ഷിഫ്റ്റഡ് ടു G ഡാഷ് എന്നുള്ളൊരു പോയിന്റ്. ദിസ് ഡിസ്റ്റൻസ് വിൽ ബി, ദിസ് ഈസ് എ റൈറ്റ് ട്രയാങ്കിൾ. അപ്പോൾ നമുക്ക് ഈ ഡിസ്റ്റൻസ് ഈക്വൽ ടു L സൈൻ തീറ്റ എന്ന് കിട്ടും. L സൈൻ തീറ്റ. Consider a rigid body of mass m capable of oscillating about a horizontal axis. നമ്മുടെ ഹൊറിസോണ്ടൽ ആക്സിസ് ഏതായിരുന്നു? X O X dash passing through O. O എന്ന് പറഞ്ഞാൽ സെൻറ്റർ ഓഫ് സസ്പെൻഷൻ. O അവിടെയാണ് നമ്മൾ അതിന് തൂക്കിയിട്ടിരിക്കുന്നത്. ഇനി നമ്മൾ രണ്ടാമത് അസ്യൂം ചെയ്യുന്നത് ലെറ്റ് ക്യാപിറ്റൽ G ബി ദ സെൻറ്റർ ഓഫ് മാസ്. സെൻറ്റർ ഓഫ് മാസ് എവിടെ ഇരിക്കുന്നത്? ലെറ്റ് ഈസ് സിറ്റുവേറ്റഡ് അറ്റ് എ ഡിസ്റ്റൻസ് L ഫ്രം ദ ആക്സിസ് XO X ഡാഷ്. പിന്നെ അതിനുശേഷം ഇതിന് തീറ്റ ആംഗിളിൽ ഈ ബോഡീനെ ഓസിലേറ്റ് ചെയ്ത് ഡിസ്പ്ലേസ്ഡ് ആവുന്നു. അപ്പോൾ അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എങ്ങോട്ട് മാറും? G ഡാഷ് എന്നുള്ള പോയിന്റിലേക്ക് മാറും. G ഡാഷ് എന്നുള്ള പൊസിഷനിലാണ് ഇപ്പോൾ അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഇരിക്കുന്നത്. അപ്പോൾ ഈ ഡിസ്പ്ലേസ്ഡ് പൊസിഷനിൽ ടോർക്ക് ആക്ടിങ് ഓൺ ദ ബോഡി ഈസ്, ടോർക്കിൻ്റെ ഇക്വേഷൻ എന്താണെന്ന് നമുക്കറിയാം. ടോർക്ക് ടോ ഇസ് ഈക്വൽ ടു മൈനസ് mgl സൈൻ തീറ്റ. സിമ്പിൾ പെൻഡുലത്തിൻ്റെ ഒരു കേസിൽ പറഞ്ഞതാണ് നമ്മൾ, അല്ലേ? ടോർക്ക് ആക്ടിങ് ഇസ് ഈക്വൽ ടു മൈനസ് mgl സൈൻ തീറ്റ. ആ ഡിസ്റ്റൻസ് ആണ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് നമ്മൾ കണ്ടതാണ്. ഇവിടുത്തെ ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് L സൈൻ തീറ്റ, മൈനസ് mgx ആണ്. അപ്പോൾ എക്സിന് പകരം ഇവിടെ L സൈൻ തീറ്റ. അങ്ങനെയാണ് ടോർക്ക് ടോ ഇസ് ഈക്വൽ ടു മൈനസ് mgl സൈൻ തീറ്റ കിട്ടിയത് നമുക്ക്. ബട്ട് വി ഹാവ് ടോ ഇസ് ഈക്വൽ ടു I ആൽഫ. മൊമെന്റ് ഓഫ് ഇനർഷ്യയും ആംഗുലർ ആക്സിലറേഷൻ തമ്മിലുള്ള റിലേഷനാണ് ടോർക്ക് ഇസ് ഈക്വൽ ടു I ആൽഫ ഇസ് ഈക്വൽ ടു I തീറ്റ 2 ഡോട്ട്. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 2. ഇവിടെ I പറഞ്ഞ മൊമെന്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് ദ XO X ഡാഷ്. ഇനി ഇക്വേഷൻ 1 ഉം 2 ഉം ടോ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടാണ്. അത് കമ്പയർ ചെയ്താൽ നമുക്ക് എന്താ കിട്ടും? I തീറ്റ 2 ഡോട്ട് ഇസ് ഈക്വൽ ടു മൈനസ് mgl സൈൻ തീറ്റ എന്ന് എഴുതിക്കൂടെ? ഓർ വി ക്യാൻ റൈറ്റ് തീറ്റ 2 ഡോട്ട് ഇസ് ഈക്വൽ ടു മൈനസ് mgl ഡിവൈഡഡ് ബൈ I സൈൻ തീറ്റ. പിന്നെ നമ്മൾ അസ്യൂം ചെയ്യുന്നത് സ്മോൾ ആംഗിൾ ആണെങ്കിൽ, സ്മോൾ ആംഗിൾ തീറ്റ ഈസ്, സ്മോൾ തീറ്റ ആണെങ്കിൽ സൈൻ തീറ്റ ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു തീറ്റ ഇറ്റ്സെൽഫ്. അപ്പോൾ തീറ്റ 2 ഡോട്ട് ഈക്വൽ ടു മൈനസ് mgl തീറ്റ ബൈ I. പിന്നെ അതിൻ്റെ സൊല്യൂഷൻ വരുന്നത് തീറ്റ ഈസ് ഈക്വൽ ടു A കോസ് ഒമേഗ ടി പ്ലസ് സൊല്യൂഷൻ ബിക്കംസ്, ജനറൽ സൊല്യൂഷനാണ് തീറ്റ ഈസ് ഈക്വൽ ടു A കോസ് ഒമേഗ ടി പ്ലസ് B കോസ് ഒമേഗ ടി, B സൈൻ ഒമേഗ ടി, വേർ ഒമേഗ ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് mgl ബൈ I. ഇത് നമ്മൾ ജനറൽ ഇക്വേഷനായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് എഴുതുന്നത്. ഇനി നമുക്കൊരു പാരലൽ ആക്സിസ് തിയറം അപ്ലൈ ചെയ്യാം യൂസിങ് പാരലൽ ആക്സിസ് തിയറം. ആക്സിസ് തിയറം പറയുന്നത് എന്താ? മൊമെന്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് ദ ആക്സിസ് ഈസ് ഈക്വൽ ടു മൊമെന്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് ദ സെൻറ്റർ ഓഫ് മാസ് പ്ലസ് ma സ്ക്വയർ ആണ്. അവിടെ എന്നുള്ളതിന് പകരം ml സ്ക്വയർ ആണ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ആക്സിസ്, അല്ലേ? അപ്പോൾ ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് I ഈസ് ഈക്വൽ ടു ICM പ്ലസ് ml സ്ക്വയർ. റിജിഡ് ബോഡിയുടെ കേസിൽ നമ്മൾ ICM ഈസ് ഈക്വൽ ടു mk സ്ക്വയർ എന്ന് അസ്യൂം ചെയ്യുക. K എന്ന് പറഞ്ഞാൽ ആ ഡിസ്റ്റൻസ്, റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് പറയുമ്പോൾ therefore I can be written as mk square plus ml square എന്ന് എഴുതിക്കൂടെ? അത് നമ്മൾ കോമൺ ആക്കി എടുത്തിട്ട് m into k square plus l square. അങ്ങനെയാണെങ്കിൽ ഒമേഗ ഇസ് ഈക്വൽ ടു, ഒമേഗയുടെ ഇക്വേഷൻ എന്താ? ഒമേഗ ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് mgl ബൈ I അല്ലേ? അപ്പോൾ ആ ഇക്വേഷൻ എന്താവും? ഒമേഗ ബിക്കംസ് സ്ക്വയർ റൂട്ട് ഓഫ് mgl ഡിവൈഡഡ് ബൈ m into k square plus l square. അപ്പോൾ m ക്യാൻസൽ ആയി പോകുന്നു. സ്ക്വയർ റൂട്ട് ഓഫ് gl ബൈ k square plus l square. ഇനി k ഈക്വൽ ടു 0 എന്നുള്ള കണ്ടീഷനിൽ എന്ത് വരും? k ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടേം 0 ആയി പോകും, അല്ലേ? അപ്പോൾ gl ബൈ l സ്ക്വയർ വരുമ്പോൾ g ബൈ l വരും. ഇതെന്ന് പറഞ്ഞാൽ ഒരു സിമ്പിൾ പെൻഡുലത്തിൻ്റെ കേസിന് ഈക്വൽ ആണ്, സിമ്പിൾ പെൻഡുലാവും.
സിമ്പിൾ പെൻഡുലം എന്ന് പറഞ്ഞാൽ ഒരു റിജിഡ് പെൻഡുലത്തിൻ്റെ ഒരു സ്പെഷ്യൽ കേസാണ് സിമ്പിൾ പെൻഡുലം. അപ്പോൾ ഒരു ഫിസിക്കൽ പെൻഡുലം k = 0 എന്നുള്ള കണ്ടീഷനിൽ എന്തായിട്ട് മാറും? സിമ്പിൾ പെൻഡുലമായിട്ട് മാറും. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പീരീഡ് ഓഫ് ഓസിലേഷൻ ഓഫ് ഫിസിക്കൽ പെൻഡുലം, പീരീഡ് ഓഫ് ഓസിലേഷൻ t = 2π/ω, t = 2π/ω പകരം √GL/k² + L². അപ്പോൾ k² + L² മുകളിലേക്ക് പോകും. അങ്ങനെ ഫൈനലി വി വിൽ ഗെറ്റ് ദിസ് ഈസ് ദ പീരീഡ് ഓഫ് ഓസിലേഷൻ ഓഫ് എ ഫിസിക്കൽ പെൻഡുലം.